नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में हम चिरापुंजी के बारे में पढ़ा, कुछ उत्सव के बारे में पढ़ा, कुछ पर्वत अंचल के बारे में पढ़ा। यहाँ उत्सव और नृत्य का उद्देश्य क्या है, इसका लक्ष्य क्या है, इसके बारे में पढ़ा। यहाँ विभिन्न प्रकार के उत्सव है। घासियों का उत्सव का नृत्य का नाम है नोंगक्रेम। ये नृत्य की या उत्सव की आवश्यकता क्या है, इसके बारे में कहा। यहाँ नृत्य और उत्सव के ज़रिए शांति और संपन्नता की कामना की जाती है और अच्छी फसल के लिए ईश्वर को धन्यवाद देने के लिए भी ये नृत्य यह उत्सव यहाँ मनाते हैं। दूसरा नृत्य का जयंतिया पहाड़ियों में एक उत्सव आयोजित किया जाता है। यह हर वर्ष जिसका नाम है बेहडन कला। उसी प्रकार राज्य के विभिन्न देशों में, राज्य के हर कोने में ये विभिन्न रूप में मनाए जाते हैं, जिसका नाम कहीं बैसाखी हो जाता है तो कहीं पोंगल, कहीं या केरल में ओणम, इसी नाम से ये उत्सव मनाए जाते हैं। यहाँ एक पहाड़ी यहाँ ये लोग वहाँ से चिरापुंजी से लौटने के लिए तैयार कर रहे हैं। उस समय वह एक शिवलिंग की संकेत करते हैं। ये प्रकृति के आश्चर्य के रूप में देखते हैं। ये शिवलिंग प्रकृति का आश्चर्य है। दूसरा आश्चर्य है यहाँ मासमाई गांव है। मासमाई गांव में कुछ गुफाएँ भी है। गुफा എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഹകൾ. ഇതുവരെയാണ് നമ്മൾ എടുത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ശിവലിംഗം എന്ന് പറയുന്നത് പ്രകൃതിയുടെ തന്നെ അത്ഭുതമായിട്ട് ആശ്ചര്യമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ മാസ്മായി ഗാവ്, നമ്മൾ നേരത്തെ മാസ്മായി ഗാവിൻ്റെ പ്രത്യേകത പറഞ്ഞു. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, മാസ്മായി പ്രഭാത് എന്ന പേര്, പ്രഭാതുണ്ട്. അതിൻ്റെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോശങ്കതിയ എന്നു പേരുള്ള ഒരു വെള്ളച്ചാട്ടം, അത് മാസ്മായി ഗാവിലായതുകൊണ്ട് തന്നെ മാസ്മായി പ്രഭാത് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി ഒരു പ്രത്യേക കാര്യം പറയുന്നത് ഇവിടെ ഗുഫ എന്ന് പറഞ്ഞാൽ ഗുഹകൾ, മാസ്മായി ഗ്രാമത്തിൽ കാണുന്ന ഗുഹകളാണ്. അവിടെ ഹമാരെ ജീപ്പ് ഇൻ ഗുഹ ഓം കി ഓർ ബഡ് രഹി ഹേ, ഞങ്ങളുടെ ജീപ്പ് അങ്ങനെ ഈ ഗുഹയുടെ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. തബി കുച്ച് ബച്ചേ ഹാത്തോ മേ ബിനാ ജലി മസാല ലിയേ ദിഖ്തേ ഹേ. അപ്പോൾ ആ സമയത്ത് കുറച്ച് കുട്ടികൾ കയ്യിൽ ബിനാ ജലി മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്തം ചൂട്ടെന്നൊക്കെ പറയും. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ അന്ന് ടോർച്ചൊന്നുമില്ല, ആ സമയത്ത് ഇതുപോലെ തന്നെ ഒരു വടിയുടെ മുകളിൽ തുണിയൊക്കെ ചുറ്റിയിട്ട് മണ്ണെണ്ണയിൽ മുക്കിയിട്ടൊക്കെ തന്നെ കത്തിച്ചിട്ട് പോകുന്നത് പന്തം എന്ന് കേട്ടിട്ടുണ്ടാകും. പന്തം അല്ലെങ്കിൽ ചൂട്ട്. അപ്പം ഇവിടെ പറയുന്നത് ബിനാ ജലി മസാല, അതായത് കത്തിക്കാത്ത പന്തം. ലിയേ ദിഖ്തേ ഹേ, അതുമായിട്ട് കുറച്ച് കുട്ടികൾ വരുന്നത് കാണാണ്. ജീപ്പ് രുക്തി ഹേ, അങ്ങനെ ജീപ്പ് ലേഖകൻ അതുപോലെ സംഗമ അവരൊക്കെ ആ ജീപ്പിലുണ്ട്. ലേഖകൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സംഗമി അദ്ദേഹത്തിൻ്റെ 2 ഫ്രണ്ട്സാണെന്ന് പറഞ്ഞിരുന്നു. വണ്ടി ജീപ്പോടെ കൊണ്ടു നിർത്തുന്നു. സംഗമ അപ്നി ഭാഷാ മേ ഇൻ ഹസ്തേ ഖിൽഖിലാത്തെ ബच्चों से कुछ पूछते हैं, शायद ये की एक मशाल कितने की है. വണ്ടി നിർത്തി സംഗമയുടെ ഭാഷയിൽ ഈ ചിരിച്ചുകൊണ്ട് വരുന്ന ഈ കുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണ്. ഹസ്തേ കില്ലിലാത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് വരിക, ചിരിച്ചും കളിച്ചും കൊണ്ട് വരുന്ന ഈ കുട്ടികളോട് ചോദിക്കുകയാണ്. ഷായത് യേ കി ഏക് മശൽ കിത്തനെ കി ഹേ, ഒരു പക്ഷേ ചോദിക്കുന്നതായിരിക്കാം ഒരു പന്തത്തിന് എത്ര രൂപയാണ് എന്നാണ് ചോദിച്ചിട്ടുണ്ടാവുക. ബച്ചേ ഏക് സാത്ത് ഉത്തർ ദേത്തെ ഹേ, കുട്ടികൾ ഒരുമിച്ച് ഉത്തരം കൊടുക്കുന്നുണ്ട്, മറുപടി കൊടുക്കുന്നുണ്ട്. और संगमा जेब से 2 रुपये के 2 नोट निकाल कर उन्हें देते हैं और 2 मसाले ले लेते हैं. അങ്ങനെ ഈ മസാൽ കിത്തനെ രൂപയൊക്കെ ചോദിക്കുന്നുണ്ട്, എത്ര രൂപയുടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടികൾ അതിന് മറുപടി പറയുന്നു. സംഗമ अपने जेब से 2 रुपये के 2 नोट निकाल कर ये बच्चों को देते हैं. അങ്ങനെ പോക്കറ്റിൽ നിന്ന് 2 രൂപയുടെ നോട്ട് എടുത്ത് 2 നോട്ട് എടുത്തിട്ട് ഈ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നു.
എന്നിട്ട് ദോ മസാല ലേലത്തെ 2 പന്തം കുട്ടികളുടെ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു പന്തത്തിന് 2 രൂപയായിരിക്കും. ഇപ്പോൾ 2 പന്താണ് 4 രൂപ കൊടുത്തിട്ട് അവിടെ സംഗമം വാങ്ങിക്കുകയാണ്. ഈ ക്യോ മേ പൂച്ച്താഹും. മേം എന്ന് പറയുന്നത് ലേഖകനാണ്. ലേഖകൻ പ്രദീപന്ത് ചോദിക്കുകയാണ് ഈ ക്യോ ഇതെന്തിനാ ചോദിക്കുകയാണ്. ഗുഫായേം ഇത്തനി അന്ധേരി ഹേ കി अब मशाल या टॉर्च जलाए बिना उनमें प्रवेश नहीं कर सकते. संगमा का एक साथी कहता है. പറയണ ഗുഫായേം ഇത്തനി അന്ധേരി ഹേ. ഈ ഗുഹകൾ വളരെയധികം ഇരുട്ട് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇരുട്ടാണെന്ന് പറയുന്നത് ഗുഹയിൽ. ആ മശാൽ യാ ടോർച്ച് ജലായേ ബിന. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ പന്തം അല്ലെങ്കിൽ ടോർച്ച് കത്തിക്കാതെ, ജലായേ ബിന കത്തിക്കാതെ ഉന്മേ പ്രവേശ് നഹീം കർ സക്തേ. ആ ഗുഹയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. അത്രയും ഇരുട്ടാന്ന് പറയുന്നത്. സംഗമാക്ക ഏക് സാത്തി കത്താഹെ. സംഗമയുടെ ഒരു കൂട്ടുകാരൻ പറയാൻ, സാത്തി എന്ന് പറഞ്ഞാൽ ദോസ്ത് കൂട്ടുകാരൻ പറയാണ് ടോർച്ച് അല്ലെങ്കിൽ പന്തല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അത്രയും ഇരുട്ടാണ് അവിടെ എന്ന് പറയുന്നത്. और हम गुफाओं के एकदम निकट पहुंच गए हैं. ഏകദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുത്ത് എന്നുള്ള അർത്ഥം. ബഹുത്ത് പാസ് വളരെ അടുത്ത്. ഹം ഗുഫാओं के एकदम निकट पहुंच गए हैं. ഞങ്ങളെല്ലാവരും ആ ഗുഹയുടെ വളരെ അടുത്ത് എത്തിച്ചേർന്നിരുന്നു. ദ്വാർ കെ പാസ് ഹി അന്തർ രഹായേ. അപ്പോൾ ആ ഗുഹയുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ മനസ്സിലായി ദ്വാർ കെ പാസ്, ആ കവാടത്തിനടുത്ത് തന്നെ, ആ ഗുഹയിലേക്ക് കിടക്കുന്ന കവാടത്തിന് അടുത്ത് തന്നെ എന്താണെന്ന് പറയുന്നത് അന്തരാഹേ, അന്ധകാർഹേ. അവിടെ ഭയങ്കര ഇരുട്ടാന്ന് പറയുന്നത്. അന്തർത്തോ ജാനയ്ക്ക് ഇത്ര അന്തരാ ഹോക. ഇപ്പോൾ പുറത്തെ കവാടത്തിൽ ഇത്രയും ഇരുട്ടാണെങ്കിൽ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ എത്രയോ അവിടെ ഇരുട്ടായിരിക്കുമെന്നവിടെ ചിന്തിക്കുകയാണ്. ഹംനെ മശാലയും ജലാലിഹേ. ഞങ്ങൾ ഈ പന്തൊക്കെ കത്തിച്ചു. और हम गुफाओं के अंदर आगे बढ़ रहे हैं. അപ്പോൾ ഈ ചൂട്ട് കത്തിച്ച് അല്ലെങ്കിൽ പന്തം കത്തിച്ചു. പന്തം കത്തിച്ചിട്ട് ഞങ്ങൾ ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗൽ ബഗൽ ഊപ്പർ നീച്ചെ പത്തർ ഹി പത്തർ. അഗൽ ബഗൽ അതായത് സൈഡുകളിൽ, വശങ്ങളിൽ, ഊപ്പർ നീച്ചെ താഴെയും മുകളിലൊക്കെ, പത്തർ ഹി പത്തർ എല്ലായിടത്തും കല്ലാണുള്ളത്. अभी ये पत्थर गिर पड़े तो हम लोगों का किसी को पता तक न चले. അവിടെ പറയണേ സൈഡുകളിലും താഴെയും മുകളിലും എല്ലാം എന്താണെന്ന് പറയുന്നത് കല്ല് തന്നെയാണെന്ന് പറയുന്നത്. അബി ഏ പത്തർ ഗിർ പടേ തോ ഹം ലോകം കാ കിസി കോ പതാ തക് ന ചലെ. ഇപ്പോൾ ഈ കല്ല് വീഴുകയാണെങ്കിൽ, ഇപ്പോൾ 2 സൈഡിലും മുകളിലും താഴത്തൊക്കെ കല്ലാണ് വെച്ചിരിക്കുന്നത്. ഈ കല്ല് താഴെ വീഴുകയാണെങ്കിൽ ഹം ലോകം കാ കിസി കോ പതാ തക് ന ചലെ. നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം കല്ല് താഴേക്ക് വീഴില്ല എന്നുള്ളതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഹം ലോകം കാ കിസി കോ പതാ തക് ന ചലെ. അപ്പോൾ വീണ് നമ്മുടെ അഡ്രസ്സ് പോലും ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ഈ ഗുഹയിൽ കൂടെ കിടക്കുന്ന സമയത്ത് ഈ കല്ലുകൾ സൈഡിലും മുകളിലും താഴത്തൊക്കെയുള്ള കല്ലുകൾ വീഴുകയാണെങ്കിൽ നമ്മുടെ അഡ്രസ്സ് പോലും ഉണ്ടാവില്ല, നമ്മൾ ബാക്കി ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ലേക്കിൻ സംഗമ ബതാത്തെ ഹേ സദിയോं से ये गुफाएं इसी तरह है और दूर बहुत दूर तक चली गई है. പക്ഷേ സംഗമ പറയാണ്, എന്താ പറയുന്നത്, സദിയോं से ये गुफाएं, നൂറ്റാണ്ടുകളായിട്ട് ഈ ഗുഹകൾ ഇസ് തരഹെ ഇതുപോലെ തന്നെയാണെന്ന് പറയുന്നത്. ഒരു മാറ്റവും ഇല്ല. അന്ന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, നൂറ്റാണ്ടുകളായിട്ട് എങ്ങനെയായിരുന്നു ഈ ഗുഹകൾ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴാ ഗുഹകൾ. ദൂർ ബഹുത്ത് ദൂർ തക് ചലി ഗയി ഹേ. കുറേ അകലം വരെ അങ്ങനെ ഗുഹയുടെ ഉള്ളിൽ കൂടെ അവർ പോയി. കഹി കോയി ചേട്ട് ചാറ്റ് നഹി കി ഗയി ഹേ യാ ഇൻ പ്രാകൃതിക് ഗുഹാओं के साथ. ഇപ്പോൾ ഈ പ്രാകൃതിക, അതായത് പ്രകൃതിദത്തമായ നേച്ചുറലായിട്ടുള്ള ഈ ഗുഹയുടെ അടുത്ത് കഹി കോയി ചേട്ട്ചാട്ട് എന്ന് പറഞ്ഞാൽ ശല്യം ചെയ്യൽ, ആരുടെയും യാതൊരു തരത്തിലുള്ള ശല്യം ചെയ്യൽ ഗുഹയ്ക്ക് നേരെ ഉണ്ടായിട്ടില്ല. ജയ്സീതി വൈസീഹി രഹ്നെ ദിയാ ഗയാ ഹേ. പണ്ട് എങ്ങനെയായിരുന്നു ആ ഗുഹ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇപ്പോഴും ആ ഗുഹ ഉണ്ടെന്ന് പറയുന്നത്. ഒരു ആരുടെയും ശല്യം ചെയ്യലോ നശിപ്പിക്കലോ ഒന്നും തന്നെ ഗുഹയ്ക്ക് നേരെ ഉണ്ടായിട്ടില്ല. ആ നേച്ചുറലായിട്ടുള്ള ആ ഗുഹ അതുപോലെ തന്നെ ഇപ്പോഴും അവിടെ ഉണ്ട്. ഹം ലോഗ് കുച്ച് ദൂർ ജാക്കർ ലൗഡ് പടുത്തേ ഹേ. ഞങ്ങൾ കുറച്ച് ദൂരേക്ക് ചെന്നിട്ട് ഞങ്ങൾ കുറേ ദൂരം ആ ഗുഹയുടെ ഉള്ളിൽ കൂടി പോയി. എന്നിട്ട് ഞങ്ങൾ മടങ്ങി വരികയാണ്. ജയ്സെ കിസി ആശ്ചര്യ ലോക് സേ ലൗട്ട് രഹീദോ. ഏതോ ഒരു അത്ഭുത ലോകത്ത് പോയിട്ട് മടങ്ങി വരുന്നൊരു പ്രതീതിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ചയാണ് ആ ഗുഹ എന്ന് പറയുന്നത്. ഇരുട്ടാണ് എങ്കിലും വെളിച്ചത്തിൻ്റെ സഹായത്തിൽ അവർ കുറച്ച് ദൂരം ഉള്ളിൽ പോയി
പിന്നീട് അവർ അവിടെ നിന്ന് മടങ്ങി വരുന്നു. ഏതോ ഒരു അത്ഭുത ലോകത്തുനിന്ന് പുറത്തു വന്നൊരവസ്ഥയാണ്, മടങ്ങി വന്നൊരവസ്ഥയാണ് അവർക്ക് തോന്നിയത്. മശാലെ അബ് ബി ജലഹി ഹെ. അപ്പോൾ പന്തം എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ കത്തിച്ച് കയറിയതാണ്. ഹംനെ ഉനെ ബുജാക്കർ ഏക് തരഫ് ഫേങ്ക് ദിയ. ഫേങ്ക് ദിയ എന്ന് പറഞ്ഞാൽ എറിയത്രോ ചെയ്യുക. അപ്പം ഞങ്ങളത് ഉനെ ബുജാക്കർ, ആ തീയെ അണച്ചിട്ട്, തീ കെടുത്തിയിട്ട് ഏക് തരഫ് ഫേങ്ക് ദിയ, ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. संगमा बताते हैं ये गुफाएं गाँव वालों की अपनी संपत्ति है, लेकिन गाँव वालों ने इन्हें देखने के लिए टिकट नहीं लगाया है. സംഗമ പറയാണ്, ഈ ഗുഹകൾ ഗ്രാമവാസികളുടെ സമ്പത്താണെന്ന് പറയുന്നത്. ലേക്കിൻ ഗാവ് വാലോൻ ഇനെ ദേഖ്നെ കെ ലിയെ ടിക്കറ്റ് നഹി ലഗായ ഹെ. പക്ഷേ ഗ്രാമവാസികൾ ഈ ഗുഹ കാണാൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ടിക്കറ്റൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത്. ടിക്കറ്റ് നഹി ലഗായ ഹെ, അത് പൈസ വാങ്ങിച്ച് ടിക്കറ്റ് വെച്ചിട്ടല്ല കയറ്റുന്നത്. ബസ് ഗാവ് കെ ബच्चे മസാലെ ബേച്ച് കർ ആജ് 8-10 രൂപയെ റോസ് കമാ ലേത്തെ ഹെ. പക്ഷേ ഈ ഗ്രാമത്തിലെ കുട്ടികൾ മസാലയും ബേച്ച്കർ, ഈ പന്തം വിറ്റിട്ട് 8-10 രൂപയെ റോസ് കമാ ലേത്തെ ഹെ, ഒരു 8-10 രൂപ ദിവസം അവർ സമ്പാദിക്കുന്നുണ്ട്. കമാലേന എന്ന് പറഞ്ഞാൽ ഏൺ ചെയ്യുക. ടൂറിസ്റ്റ് സീസൺ മേ ആംദനി ജരൂർ കുച്ച് ബഡ് ജാത്തി ഹെ എന്ന് പറയുന്നത്. ടൂറിസ്റ്റ് സീസൺ മേ, ടൂറിസ്റ്റുകൾ വരുന്ന സീസൺ ആണെങ്കിൽ അതിൻ്റെ വരുമാനം എന്ന് പറയുന്നത്, ആംദനി എന്ന് പറയുന്നത്, വരുമാനം അല്ലെങ്കിൽ സമ്പാദ്യം എന്ന് പറയുന്നത് ജരൂർ കുച്ച് ബഡ് ജാത്തി ഹെ, പൈസ കുറച്ചും കൂടി കൂടുതൽ അവർക്ക് സമ്പാദിക്കാനായിട്ട് സാധിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ദിവസം സാധാരണ പോവാറ് ഒരു 5 മശാൽ മാത്രമാണ് വിറ്റിരുന്നത്. പക്ഷേ സീസൺ ആണെങ്കിൽ അതിൽ കൂടുതൽ പൈസ അവർക്ക് സമ്പാദിക്കാനായിട്ട് സാധനങ്ങൾ വിറ്റിട്ട് സമ്പാദിക്കുമായിരുന്നു. അബ് ഹം ലോഗ് ഷിലോങ് കി തരഫ് ലൗട്ട് രഹേ ഹെ. ഇപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? ഷില്ലോങ്ങിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. 2 സൈഡിലും മലകളാണ്, അതുപോലെ തന്നെ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, മഞ്ഞുണ്ട്. അങ്ങനെ വളഞ്ഞും പുളഞ്ഞൊക്കെ കിടക്കുന്ന, വളഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന റോഡുകളാണ്. ആ വഴി കൂടെ ഷില്ലോങ്ങിൽ നിന്നാണ് യാത്ര തിരിച്ചത്. ഇപ്പം നമ്മൾ പറയുന്ന ഉടനെ അബ് ഹം ലോഗ് ഷില്ലോങ് കി തരഫ് ലൗട്ട് രഹേ. ഇപ്പം ഞങ്ങളെല്ലാവരും ഷില്ലോങ്ങിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. आते समय सड़क के उस पार जो पहाड़ कोहरे में छिपे हुए थे वे अब साफ दिखाई पड़ रहे हैं. അപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു റോഡിൻ്റെ 2 സൈഡിലും മഞ്ഞ് നിറഞ്ഞാണ് കിടക്കുന്നത് കൊണ്ട് ആ പ്രദേശങ്ങളൊന്നും കാണാനായിട്ട് സാധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. ആത്തെ സമയം സടക്കെ ഉസ് പാർ ജോ പഹാഡ് കൊഹരേമേ ചിബേ ഹുയേത്തെ. നമ്മൾ വരുന്ന സമയത്ത് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലെ മലകളുടെ മുകളിലൊക്കെ ഇവിടെ മഞ്ഞ് നിറഞ്ഞ് മഞ്ഞിൽ മുങ്ങിയിട്ടാണ്, അതായത് മഞ്ഞിൽ ഒളിഞ്ഞു കിടന്നിരുന്ന ആ പർവ്വത പ്രദേശങ്ങൾ വേ അബ് സാഫ് ദിഖായി പട് രഹേ. ഇപ്പം മടങ്ങി വരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കൊഹര ചൺ ഗയാ ഹേ. ചൺ ഗയ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോവുക, മാറിപ്പോവുക എന്നുള്ള അർത്ഥം. അപ്പോൾ അവിടെ മൂടൽമഞ്ഞുണ്ടായിരുന്നത് അല്ലെങ്കിൽ പുകമഞ്ഞുണ്ടായിരുന്നത് അവിടെ ചൺ ഗയാ ഹേ, അതവിടെ ഒഴിഞ്ഞു പോയി. അപ്പോൾ അവിടെ ആ സ്ഥലം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. पहाड़ों से बहते हुए एक के बगल एक दर्जन भर झरने नजर आ रहे हैं. ഈ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഏക് കെ ബഗൽ ഏക് ദർജൻ പർ, ദർജൻ എന്ന് പറഞ്ഞാൽ ഡസൻ. അപ്പോൾ ഒരു സൈഡിൽ തന്നെ ഏക് ദർജൻ പർ, 1 ഡസൻ ജർനെ, ജർനെ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ അരുവി, നസർ ആ രഹേ ഹേ, കാഴ്ചയിൽ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഈ മലമുകളിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഒരു ഭാഗത്ത് തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ 1 ഡസനോളം എന്തുണ്ടെന്ന് പറയുന്നത് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. झरनों से गिरते पानी का संगीत चारों ओर गूंज रहा है. ഇപ്പോൾ ഈ മുകളിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, വെള്ളച്ചാട്ടത്തിൻ്റെ ആ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് വീഴുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദം എന്ന് പറയുന്നത്, അതിൻ്റെ സംഗീതം എന്ന് പറയുന്നത് ചാരം ഓർ ഗൂഞ്ച് രഹാ ഹേ, 4 ഭാഗത്തും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുകളിൽ നിന്ന് നമുക്ക് വെള്ളം വീഴുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും. ആ സൗണ്ട് അതൊരു സംഗീതം പോലെയാണ് ഇവിടെ നമ്മുടെ ലേഖകൻ പറയുന്നത്. ആ ശബ്ദം അവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഗീത് അവർ ദില്ലി മുംബൈക്ക് സടക്കോം കെ ഷോർ മേ അന്തർ ഹേ. ഇപ്പോൾ ഈ മുകളിൽ നിന്ന് മലമുകളിൽ വരുന്ന വെള്ളം പതിക്കുമ്പോഴുണ്ടാകുന്ന ശബ്ദം എന്ന് പറയുന്നതും ആ സംഗീതം എന്ന് പറയുന്നതും ഷോർ മേ തോ അന്തർ ഇവിടെ പറയണത് എന്താണ്, ദില്ലി ബംബൈക്ക് സടക്കോം കെ ഷോർ മേ അന്തർ ഹേ.
ഡൽഹി അതുപോലെ തന്നെ മുംബൈ തുടങ്ങിയ മഹാനഗരങ്ങളിലുള്ള റോഡുകളിൽ കൂടി വാഹനങ്ങൾ പോകുമ്പോഴുണ്ടാകുന്ന ബഹളം എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ മലമുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന് നമ്മൾ സംഗീതമായിട്ടാണ് പറയുന്നത്. അതും റോഡുകളിൽ കൂടി വാഹനങ്ങൾ പോകുമ്പോൾ, മഹാനഗരങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ, വാഹനങ്ങളിൽ കൂടി പോകുമ്പോൾ ആ വാഹനങ്ങളുടെ സൗണ്ട് എന്ന് പറയുന്നത്, ആ ബഹളം എന്ന് പറയുന്നത്, അതും ഈ സംഗീതവും തമ്മിൽ വ്യത്യാസമുണ്ട്. സംഗീത് और शोर में तो अंदर होता ही है. സംഗീതം എന്ന് പറയുന്നതും ഷോർ ബഹളം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ബഹളം കോലാഹലം എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. पर यदि सैकड़ों फुट ऊपर से गिरते पानी की आवाज़ तो शोर भी कहा जाए तो इस शोर और दिल्ली बम्बई की सड़कों पर भागते वाहनों का शोर में अंदर है. എന്താ പറയുന്നത്? യദി സൈക്കഡോ ഫുട്ട്, 100 കണക്കിന് അടി. ഫുട്ട് എന്ന് പറഞ്ഞാൽ ഫുട്ട് ഇംഗ്ലീഷിലെ അടി എന്നുള്ള അർത്ഥം. അപ്പോൾ 100 കണക്കിന് അടി ഉയരങ്ങളിൽ നിന്ന് ഗിർത്തെ പാനിസ്കി ആവാസ്കോ, മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വെള്ളത്തിൻ്റെ ശബ്ദം എന്ന് പറയുന്നതിനെ ഷോർ ബി കഹാജായത്തോ, അതിനെ ഷോർ എന്ന് പറയുകയാണെങ്കിൽ, ബഹളം എന്ന് പറയുകയാണെങ്കിൽ, ഇസ് ഷോർ, ഈ ബഹളം എന്ന് പറയുന്നത് ദില്ലി ബംബൈക്ക് സടക്കോം പർ ഭാഗ്തെ വാഹനോക്കെ ഷോർമേ അന്തർ ഹേ. ആ വെള്ളം വീഴുമ്പോഴുണ്ടാകുന്ന 100 കണക്കിനടി ഉയരങ്ങളിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ആ ശബ്ദത്തെ നമ്മൾ ബഹളം എന്ന് പറയുകയാണെങ്കിൽ, ഷോർ എന്ന് പറയുകയാണെങ്കിൽ, ഡൽഹി ബോംബെ തുടങ്ങിയ റോഡുകളിൽ കൂടി നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ സൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബഹളം എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. मन करता है झरनों की शोर और संगीत में सदा सदा के लिए खो जाओ, लेकिन मन चाहते हुए भी संभव नहीं है. സംഭവം എന്ന് പറഞ്ഞാൽ പോസിബിൾ, സാധ്യം. സംഭവം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. എന്താണ് സാധ്യമല്ലാത്ത? മൻ കർത്താഹി, അവർ മനസ്സിന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ആഗ്രഹിക്കുന്നത്? ജർണം കി ഇസ് ഷോർ, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ബഹളം അല്ലെങ്കിൽ ഈ സംഗീതത്തിൽ സദാ സദാക്കിലേ ഖോ ജാവോ, എന്നത്തേക്കുമായിട്ട് അതിൽ മുഴുകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ലേഖൻ പറയാണ്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഈ മലമുകളിൽ നിന്ന് വരുന്ന ഈ വെള്ളത്തിൻ്റെ ആ സൗണ്ട്, അത് ഒന്നുകിൽ ബഹളം എന്ന് പറയുന്നത് സംഗീതം, ഇതിൽ മുഴുകിയിരിക്കാനായിട്ട്, അതിൽ അലിഞ്ഞു ചേരാനായിട്ട് ഇവിടെ ആഗ്രഹിക്കുകയാണ്. ലേക്കിൻ ചാത്തേ ഹുയേ ബി സംഭവ നഹി ഹേ, പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചാൽ അതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യം അല്ല. കാരണം പറയുന്നുണ്ട്, അഗലേ ദിൻ ദില്ലി ലൗട്ട്നാ ഹേ. ഇപ്പോൾ ലേഖകൻ അവിടെയാണ്, ഡൽഹിയിലാണ്. अगले दिन दिल्ली लौटना है, एक महानगर जो महानगर कम और महाकस्बा अधिक है, जिसे हम रोज़ जाने कितनी बार कोसते हैं, लेकिन अपने ही फैलाए जाल में फंस कर जहाँ रहने के लिए हम अभिशप्त है. ഇപ്പോൾ ലേഖൻ പറയണ, അഗലെ ദിൻ ദില്ലി ലൗട്ട്നാ ഹേ, അടുത്ത ദിവസം ഡൽഹിയിലേക്ക് മടങ്ങണം. ഇപ്പോൾ യാത്ര കഴിഞ്ഞ് വന്ന് ജോലി സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലാണ് താമസിക്കുന്നത്, അവിടേക്ക് മടങ്ങണം. एक महानगर जो महानगर कम. അപ്പോൾ അതിന് ഡൽഹിയെ നമുക്ക് ഒരു മഹാനഗരം എന്ന് വേണമെങ്കിൽ പറയാം. മഹാനഗരം എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും. എന്നാൽ മഹാകസ്ബ, അതായത് വലിയ പട്ടണം, മഹാപട്ടണം എന്ന് പറഞ്ഞാൽ ഈ അധിക ഹേ, അത് അധികമാവും ചെയ്യും. ജിസേ ഹം റോസ് ജാനെ കിത്നി ബാർ കോസ്തേ ഹേ പറയണേ. ഇതിനെ ഈ നമ്മൾ ഓരോരുത്തർ ഹം റോസ് ജാനെ, ദിവസം പോകുന്നതിന് വേണ്ടിയിട്ട് കിത്നി ബാർ കോസ്തേ ഹേ, എത്രയോ പ്രാവശ്യം പഴിക്കുന്നു, ശപിക്കുന്നു. ലേക്കിൻ അപ്നെ ഹി ഫൈലായി ജാൽ മേ ഫസ്കർ ജഹാ രഖ്നെ കെ ലിയേ ഹം അഭിശപ്ത് ഹേ. അപ്പോൾ ഈ മഹാനഗരം എന്ന് പറഞ്ഞാൽ കുറവായി തീരും, മഹാപട്ടണം എന്ന് പറഞ്ഞാൽ കൂടുതലാവും ചെയ്യും. അവിടെ എത്രയോ പ്രാവശ്യം പഴിച്ചാലും അവിടെ തന്നെ അപ്നെ ഹി ഫൈലായ ജാൽമേ, സ്വയം കുരുക്കിയ വലയിൽ, ഫൈലായ ജാൽമേ അതായത് സ്വയം വിരിച്ച വലയിൽ, ഫസ്കർ കുരുങ്ങിയിട്ട്, ജഹാ രഹ്നെ കെ ലിയേ ഹം അഭിശപ്ത് ഹേ, ഞങ്ങളെപ്പോലുള്ളവരെ അവിടെ ജീവിക്കാനായിട്ട് വിധിക്കപ്പെട്ടവരാണ്. ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് അവിടെ താമസിക്കേണ്ടതായിട്ട് വരുന്നു. അതെത്ര മഹാനഗരമായാലും മഹാപട്ടണമായാലും എത്ര പഴിച്ചാലും സ്വയം വിരിച്ച വലയിൽ അവിടെ തന്നെ താമസിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ തന്നെ കുരുങ്ങിക്കിടക്കാനായിട്ട് അഭിശപ്തരായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. അഖേല മേ ഹി നഹി തമാം ലോഗ് जो देश के कोने कोने से आकर दिल्ली की भीड़ में खो गए हैं. मैं ही नहीं, अकेला मैं ही नहीं, ഒറ്റയ്ക്ക് ഞാൻ മാത്രമല്ല, തമാം ലോഗ് മുഴുവൻ ആളുകളും, തമാം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, മുഴുവൻ ആളുകളും, ജോ ദേശ് കെ കോനെ കോനെ സെ ആക്കർ ദില്ലിക്ക് ബീഡ് മേ ഗോ ഗയേ ഹേ, എന്താ പറയുന്നത്, അവർ രാജ്യത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്ന്, കോന എന്ന് പറഞ്ഞാൽ കോർണർ,
വന്നിട്ട് ദില്ലിക്ക് ബീഡ് മേ ഗോ ഗയേ ഹേ, അവർ ഈ ഡൽഹിയിലെ തിരക്കിൽ അവരെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പനി പേഴ്ചാൻ ഗവാ ബൈട്ടേ ഹേ, അവരെ തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റാതെ അവർ സ്വയം അവിടെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്, സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉൻകെ പാസ് അപ്പന കഹനെ കോ ബസ് കേവൽ അപ്പന നാം ഹി ഹേ, ഇപ്പം അവരുടെ കയ്യിൽ അപ്പന കഹനേക്കോ അവർ സ്വയം ആരാണെന്ന് പറയാനായിട്ട് കേവലം അവരുടെ കയ്യിൽ അപ്പന നാം ഹി ഹേ, സ്വന്തം പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ ഡൽഹിയിലെ ആ തിരക്കിൽ വന്ന് അവരുടെ ജോലി സ്ഥലത്ത് വന്ന് അവരതിൽ മുഴുകിയിരിക്കുകയാണ്. അവർക്ക് സ്വയം പറയാനായിട്ട് അവരുടെ പേര് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ധർത്തി और आकाश से प्रकृति और उनके आश्चर्य से उनका संपर्क मानो भंग हो गया है. ഇവിടെ ഭൂമിയായാലും ആകാശമായാലും പ്രകൃതി അവർ ഉസ്കെ ആശ്ചര്യം സെ പ്രകൃതി അതുപോലെ തന്നെ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ ഉൻകാ സമ്പർക്ക് മാനോ ഭംഗ് ഹോ ഗയാ ഹെ, ഇതെല്ലാം അതുമായിട്ടുള്ള ബന്ധം അതെല്ലാം മാനോ ഭംഗ് ഹോ ഗയാ ഹെ, അതെല്ലാം നഷ്ടപ്പെട്ടതായിട്ട് ഇവിടെ ലേഖകന് തോന്നുകയാണ്. ഭംഗ് ഹോന എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക. അപ്പോൾ എന്താ പറയുന്നത്, അതായത് സ്വന്തം പേര് മാത്രമാണ് പറയാനായിട്ടുള്ളൂ എന്ന് പറയുന്നത്. അതായത് ഭൂമിയായിട്ട് ആകാശമായിട്ട് പ്രകൃതിയുമായിട്ട് പ്രകൃതിയുടെ അത്ഭുതങ്ങളുമായിട്ടുള്ള എല്ലാ സമ്പർക്കങ്ങളും എല്ലാ ബന്ധവും അവിടെ മാനോ ഭംഗ് ഹോ ഗയാ ഹെ, ലേഖകൻ അവിടെ നഷ്ടപ്പെട്ടതായിട്ട് തോന്നുകയാണ്. ഹം ലോഗ് ഫിർ വഹി ഊഞ്ചി നീച്ചി സർപ്പാകാർ സടക്കോം പർ ഹേ, നമ്മൾ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. വീണ്ടും തിരിച്ച് ഷില്ലോങ്ങിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ചിറാപുഞ്ചിയിലെത്തി അവിടുന്ന് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമ്മൾ ആദ്യം യാത്ര ചെയ്തിരുന്ന അതേ വഴികളാണ്. ഊഞ്ചി നീച്ചി ഉയർന്നും താഴ്ന്നുമുള്ള, അതായത് വളഞ്ഞും തിരിഞ്ഞുമുള്ള സർപ്പാകാർ സടക്കോം പർ ഹേ, സർപ്പാകാരമായിട്ടുള്ള പാമ്പിനെ പോലെ വളഞ്ഞു കിടക്കുന്ന ആ റോഡിൽ എത്തിയിരിക്കുകയാണ്. दोनों तरफ कभी पहाड़ आते हैं तो कभी सपाट हरी भरी ज़मीन, खासी पहाड़ के लोगों की ज़मीन जिस पर उन्होंने खेती की हुई है. അപ്പോൾ നമ്മൾ പഴയ വഴിയിലേക്ക് എത്തി. നമ്മൾ നേരത്തെ പറഞ്ഞു പർവ്വത പ്രദേശങ്ങൾ പറഞ്ഞു, കാസി ഗാരോ ജയന്തിയ. വീണ്ടും ആ വഴിയിൽ ദോനോ തരഫ് കബി പഹാഡ് ആത്തേ ഹേ, ഇപ്പോൾ രണ്ട് ഭാഗത്തും ഇടയ്ക്കിടയ്ക്ക് മലകൾ വരുന്നുണ്ട്. തോ കബി സപ്പാട്ട്, ഇടയ്ക്ക് മലകൾ വന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞ് സപ്പാട്ട് എന്ന് പറഞ്ഞാൽ ലെവലായിട്ടുള്ള സ്ഥലം, അതായത് സമനിരപ്പായിട്ടുള്ള സ്ഥലത്തിലേക്ക് എത്തുന്നുണ്ട്. ഇടയ്ക്ക് ഹരിബരി ജമീൻ, പച്ചപ്പ് നിറഞ്ഞ ഭൂമിയിലേക്ക് എത്തുന്നുണ്ട്. കൃഷി ചെയ്ത് നല്ല പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന സ്ഥലം. ഖാസി പഹാഡ് കെ ലോകം കി ജമീൻ, ആ സ്ഥലം അതായത് പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്ന ആ സമതല പ്രദേശം എന്ന് പറയുന്നത് ഖാസി പഹാഡ് കെ ലോകം കി, ഖാസി പർവ്വതനിരയിലെ ആളുകളുടെ ഭൂമിയാണ്. ജിസ് पर उन्होंने खेती की हुई है, അവിടെയാണ് അവർ കൃഷി ചെയ്തിരുന്ന ആ സ്ഥലം. ഇപ്പോൾ രണ്ട് ഭാഗത്തോടെയും ഇടയ്ക്കിടയ്ക്ക് മലകൾ കാണുന്നുണ്ട്, സമനിരപ്പായിട്ടുള്ള സ്ഥലങ്ങൾ കാണുന്നുണ്ട്, പച്ചപ്പ് നിറഞ്ഞ ഭൂമികൾ കാണുന്നുണ്ട്. ഇത് നമ്മുടെ കാസി പർവ്വത മേഖലയിലെ ആളുകൾ കൃഷി ചെയ്തിരുന്നവരുടെ കൃഷിസ്ഥലമായിട്ടാണ് പറയുന്നത്. ഇതെല്ലാം പോരുന്ന വഴി തിരിച്ചു വരുന്ന വഴി ഇവർ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇതിൽ നമ്മൾ ചിറാപുഞ്ചി സെ ആയാ ഹൂം എന്ന് പറയുന്ന ഗർബി വ്യാസ എന്ന് പറയുന്ന ആ ഒരു പ്രദീപന്തിൻ്റെ യാത്രാ വിവരണമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയി. അങ്ങനെ വീണ്ടും തിരിച്ച് നമ്മുടെ ഷില്ലോങ്ങിലേക്ക് തന്നെ മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അടുത്ത ദിവസം തൊട്ട് ലേഖകന് ജോലിക്ക് പോകേണ്ടതായിട്ടുണ്ട്, ഡൽഹിയിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു യാത്രയുടെ വിവരണമാണ് നമ്മൾ പറഞ്ഞത്. ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി കടന്നുപോയി. ചിറാപുഞ്ചിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ്. ആദ്യത്തെ നമ്മൾ ഡൊമിനികാക്കി ചിത്രമുദ്ഗലിൻ്റെ അവസാനിച്ച് രണ്ടാമത്തെ ഇപ്പോൾ പ്രദീപന്തിൻ്റെ യാത്രാ വൃത്താന്താണ്. എൻ്റെ സമ്മറി വേണമെങ്കിൽ ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ हमारा लेखक का नाम है प्रदीप पंत, यहाँ पाठ का नाम है चिरापुंजी से आया हूँ എന്നുള്ളതാണ്. സാരാംശം ഒന്ന് പറയാം, സമ്മറി ഒന്ന് പറയാം. लेखक श्री प्रदीप पंत के साथ राज्य के एक अधिकारी श्री संगमा और उनके साथी चिरापुंजी की सैर करने के लिए निकले. ലേഖകൻ നമ്മുടെ പ്രദീപന്തിൻ്റെ കൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സ്റ്റേറ്റിൻ്റെ തന്നെ ഓഫീസറായിട്ടുള്ള സംഗമയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി ചിറാപുഞ്ചിയിലേക്ക് അവർ യാത്ര പുറപ്പെടണം. മേഘാലയ की राजधानी शिलोंग से एक जीप में वे रवाना हुए. അപ്പോൾ മേഘാലയത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഷില്ലോങ്ങിൽ നിന്നാണ് ഇവർ ജീപ്പിൽ യാത്ര തുടങ്ങിയത്. ഷില്ലോങ് एक हरा भरा पर्वतीय नगर है जहाँ हमेशा बादल उमड़ते घुमड़ते रहते हैं. ഇപ്പോൾ ഇവിടെ ഷില്ലോങ് എന്ന് പറയുന്നതൊരു എന്താ പറയുക, നല്ല പച്ചപ്പ് നിറഞ്ഞൊരു പർവ്വത പ്രദേശമാണ്, പർവ്വത നഗരമാണ്.
അവിടെ എല്ലായ്പ്പോഴും മേഘങ്ങളിങ്ങനെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ഉരുണ്ടുകൂടി നിൽക്കുന്നതായിട്ട് കാണാം. വഹാം കാ മുഖ്യ ബാസാർ അൽമോഡ കെ ലാലാ ബസാർ സേ മിൽത്ത ജുൽത്ത ഹെ. അവിടുത്തെ പ്രധാനപ്പെട്ട ബാസാർ എന്ന് പറയുന്നത് അൽമോഡയിലെ ലാലാ ബാസാറുമായിട്ട്, അതായത് ഒരുപോലെ തോന്നുന്ന സാമ്യമുള്ളൊരു ബാസാറാണ്. യഹാൻ ഷില്ലോങ് കാ മൗസാം ബഹുത്ത് സുഹാവന ഹെ. അൽമോഡയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അൽമോഡയേക്കാളും നല്ല ഒരു കാലാവസ്ഥയാണ് ഷില്ലോങ്ങിലുള്ളത്. ചിറാപുഞ്ചി സേ 53 കിലോമീറ്റർ ദൂർ ഹേ. ചിറാപുഞ്ചി ഷില്ലോങ് സേ 53 കിലോമീറ്റർ ദൂർ പർ ഹേ. അതായത് ചിറാപുഞ്ചി എന്ന് പറയുന്നത് ഷില്ലോങ്ങിൽ നിന്ന് 53 കിലോമീറ്റർ അകലെയാണെന്നാണ് പറയുന്നത്. സടക്കെ ദോനോമർ പഹാഡ് ഹേ. റോഡിൻ്റെ രണ്ട് സൈഡിലും എന്താണ്? പർവ്വതമാണ്, മലകളാണ്. വൃക്ഷം സേ പടാ പടാ ഹേ യഹ് ഊഞ്ചാ നീചാ സർപ്പാകാർ രാസ്ത ഹേ. അതായത് ചുറ്റും മരങ്ങളുണ്ട്, അതുപോലെ തന്നെ വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന റോഡാണ്. रास्ते को पार करते हुए दिखाई पड़ते हैं बादल, बहती है सुहानी हवा और कभी कभी हो जाती है बूंदा बूंदी. അപ്പോൾ നമ്മൾ റോഡിൻ്റെ അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം, ഇടയ്ക്ക് നമുക്ക് ക്ലൗഡ്സിനെ കാണാം. അതുപോലെ തന്നെ നല്ല കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. പഹാടി കുഹരേസേ ഗിരി ഹുയിത്തി. അതായത് ഈ പർവ്വത പ്രദേശത്തിലെ മലയൊക്കെ ഈ മൂടൽമഞ്ഞിനാൽ വലയം ചെയ്താണ് ഇരിക്കുന്നത്. അതായത് മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കില്ല, മഞ്ഞ് നിറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ വഹാംകേക്ക് വിശേഷത ഹേ പൻ ബിജ്ലി. അതായത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വഹാംകെ സഭി ഗാവോമേ യഹാം ബിജ്ലി മിൽത്തേ ഹേ. അവിടുത്തെ എല്ലാ ഗ്രാമത്തിലും നമുക്ക് വൈദ്യുതി കിട്ടുന്നുണ്ടെന്ന് പറയാം. അതുകൂടാതെ മറ്റു രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നു. ഇനി അവിടുത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, മേഘാലയയിലെ 3 പർവ്വത പ്രദേശമായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. മേഘാലയ ഖാസി പർവ്വത്, ഗാരോ പർവ്വത്, ജയന്തിയ പർവ്വത്, ഇനി പർവ്വതി അഞ്ചലോമേ വിഭാജിത് കിയാ ഹെ. ഈ 3 പർവ്വത പ്രദേശമായിട്ട് അത് വിഭജിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഇൻ പർവ്വതി അഞ്ചലോമേ 5 ജില്ലേ ഹെ. ये पूर्वी घासी पर्वत जिला, पश्चिमी घासी पर्वत जिला, पूर्वी गारो पर्वत जिला, പശ്ചിമി ഗാരോ പർവ്വത ജില്ല, ജയന്തിയ പർവ്വത ജില്ല. അപ്പോൾ ഇങ്ങനെ ഈ 3 പർവ്വത പ്രദേശത്ത് നമ്മൾ 5 ജില്ലകളായിട്ട് തിരിക്കുന്നുണ്ട്. ഇനി ഹർ അഞ്ചൽ കി അപ്പനി സംസ്കൃതി രീതി റിവാസ് പർവ് ഉത്സവാദി ഹെ. ഓരോ പ്രദേശത്തും അവനവൻ്റേതായിട്ടുള്ള സംസ്കാരവും സമ്പ്രദായങ്ങളും രീതികളും ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. പാരിവാരിക വ്യവസ്ഥ മാതൃസത്താത്മക ഹെ और इससे भूमि धन संपत्ति ये सब माम से बेटी को मिलती है. നമ്മൾ പറഞ്ഞു മാതൃസത്താത്മക പാരിവാരിക വ്യവസ്ഥയെന്ന് പറഞ്ഞു, പരിമക്കത്തായ സമ്പ്രദായമാണ്. അതുകൊണ്ട് ഭൂമിയായാലും ധനമായാലും സമ്പത്തായാലും എല്ലാം അമ്മയിൽ നിന്ന് പെൺമക്കൾക്കാണ് കിട്ടുന്നത്. വഹാ സ്ത്രീക്ക് പ്രബലതാഹേ സ്ത്രീക്ക് വർജസ്വ ഹേ. അതേ സ്ത്രീക്കാണ് അവിടെ ആധിപത്യമുള്ളത്. സാരി ദുഃഖാനമേ സ്ത്രീയാം സൗദ ബേച്ച്തി ഹേ ഓർ ബിനാ സങ്കോച് ബാത്തേം കർത്തി ഹേ. എല്ലാ കടകളിലും സ്ത്രീകളാണ് കച്ചവടം നടത്തുന്നത്. യാതൊരു മടിയും കൂടാതെ അവരെ സംസാരിക്കുന്നു, കച്ചവടം നടത്തുന്നു. യഹാ മണിപ്പൂർ की राजधानी ഇംഫാൽ में സ്ത്രീയോं के पूरा बाजार है. ഈ മണിപ്പൂരിൻ്റെ തലസ്ഥാനമായ ഇംഫാലിലും സ്ത്രീകളുടെ തന്നെ ഒരു ബാസാറുണ്ട്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് മായ്തി ബാസാർ കത്തെ ഹെ. മായ്തി ബാസാർ എന്നാണ് അതിനെ പറയുന്നത്. മായ്തി ബാസാറിമേ സ്ത്രീയും സൗദ ബേച്ച്തി. സ്ത്രീകളാണ് അവിടെ കച്ചവടം നടത്തുന്നത്. ദിൻ ഭർ വഹാ ബിക്രിക്കെ ബാദ് ശാംകോ സ്ത്രീയ ഗർ ലൗട്തി ഹെ. അതായത് രാവിലെ പോകുന്നു, അങ്ങനെ പകൽ മുഴുവൻ കച്ചവടം നടത്തിയിട്ട് സന്ധ്യയാകുമ്പോൾ അവർ വീട്ടിലേക്ക് മടങ്ങി വരുന്നു സ്ത്രീകൾ. വഹാ അമീർ और गरीब गिरोह की स्त्रियाँ व्यापार के लिए आती है. किसी तरह की ഭേദഭാവ നഹി ഹെ. യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. പണക്കാരൻ്റെ വീട്ടിലായാലും പാവപ്പെട്ടവരുടെ വീട്ടിലായാലും സ്ത്രീകൾ അവിടെ കച്ചവടത്തിന് വേണ്ടിയിട്ട് വരുന്നു. യേ ബാസാർ ഉൻകി സാമാജിക വ്യവസ്ഥ കാ സംസ്കൃതി കാ സദിയോം പുരാനാംഗ ഹെ. ഇപ്പം മണിപ്പൂരി ചത്ര അവിടെ പറഞ്ഞു കൊടുക്കുന്നതിന് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണത്. ഈ ബാസാർ എന്ന് പറയുന്നത് അവരുടെ സാമൂഹിക വ്യവസ്ഥയുടെ അല്ലെ സംസ്കാരത്തിൻ്റെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ഭാഗമായിട്ടാണ് അതിനെ പറയുന്നത്. ये आगे बढ़े और മാസ്മായി ഗാവമേ പഹുഞ്ചെ. അവർ മുന്നോട്ട് പോയി മാസ്മായി ഗ്രാമത്തിലെത്തുന്നു. വഹാം ഏക്ക് പ്രഭാത് ഹേ. ഒരു വെള്ളച്ചാട്ടമുണ്ട്.
नौशंगदियाँ प्रभात जो मासमाई गांव में होने के कारण ये मासमाई प्रभात के नाम से प्रसिद्ध है. അപ്പോൾ അത് മാസ്മായി ഗ്രാമത്തിലായതുകൊണ്ട് അതിനെ മാസ്മായി പ്രഭാത് എന്ന പേരിൽ, വെള്ളച്ചാട്ടം എന്ന പേരിൽ അത് പ്രസിദ്ധമാണെന്ന് പറയുന്നത്. ഊഞ്ചെ പഹാഡ് സേ സൈക്കഡോ ഫുട്ട് നീച്ചെ പാനി ലഗാതാർ ഗിർ രഹാ ഹെ. വലിയ മലമുകളിൽ നിന്ന് നൂറുകണക്കിനടി ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വെള്ളം ഇങ്ങനെ നിരന്തരമായിട്ട് യാതൊരു തടസ്സവും കൂടാതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്കാ പാനി കൽക്കൽ കർത്ത ബംഗ്ലാദേശ് കി ഓർ ജാ രഹാ ഹെ. നമ്മൾ പറയുന്നുണ്ട് അത് ആ വെള്ളം മാസ്മായി പ്രഭാത് ആ ഒരു ഉയരങ്ങളിൽ നിന്ന് വരുന്ന ആ വെള്ളം താഴെ ശബ്ദമുണ്ടാക്കിയിട്ട് തന്നെ കളകള ശബ്ദമുണ്ടാക്കിയിട്ട് ഒഴുകി വന്നത് ബംഗ്ലാദേശിലേക്കാണത് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. अब वे समुद्र की सतह से 1300 मीटर ऊपर ചിറാപുഞ്ചി സേ ഗഡേത്തെ. ഇപ്പോൾ അവർ സമുദ്രനിരപ്പിൽ നിന്ന് 1300 മീറ്റർ ഉയരത്ത് ചിറാപുഞ്ചിയിൽ അവർ എത്തി നിൽക്കുന്നുണ്ടായിരുന്നത്. യഹ് ദുനിയാമേ സബ്സെ അധിക വർഷ ഹോനെ വാലെ സ്ഥാൻ ഹെ. അപ്പോൾ ചിറാപുഞ്ചിക്ക് വിശേഷത ക്യാ ഹെ ചോദിച്ചു കഴിഞ്ഞതാണ് ആൻസർ. അതാണ് ദുനിയാമേ സബ്സെ അധിക വർഷ ഹോനെ വാലെ സ്ഥാൻ ഹെ. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി എന്ന് പറയുന്നത്. वहाँ कभी वर्षा होती है, कभी धूप निकलती है, कभी कोहरे की लुका छिपी का खेल चलता रहता है. അപ്പോൾ അവിടെ ചില സമയത്ത് മഴയായിരിക്കും, ചില സമയത്ത് വെയിലായിരിക്കും, ചില സമയത്ത് മഞ്ഞായിരിക്കും. ഇതിൻ്റെ എല്ലാം കൂടി ഒരു ലുക്കാ ചിപ്പി ഗേൽ, ഹൈഡ് ആൻഡ് സീക്ക്, ഒരു ഒളിച്ചു കളി. ഒന്ന് മാറി ഒന്ന്, മഴ മാറി വെയിലൊന്ന്, വെയിൽ മാറി മഞ്ഞൊന്ന്, അങ്ങനെ മാറി മാറിയിട്ടുള്ള മൂന്നിൻ്റെയും കൂടി ഒരു കളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി പറയുന്നുണ്ട് മാസ്മായി പ്രഭാത് തക് ജാനെ കെ ലിയേ കിസി തരഹ് രജ്ജുമാർഗ് നഹി ഹെ. അവിടെ പറയുന്നുണ്ട് മാസ്മായി വെള്ളച്ചാട്ടം കാണാനായിട്ട് അവിടെ ടൂറിസ്റ്റുകൾ വന്നിറങ്ങുന്നുണ്ട്, കാഴ്ച കാണുന്നുണ്ട്. പക്ഷെ അവിടെ എത്താനായിട്ട് യാതൊരു തരത്തിലുള്ള മാർഗങ്ങളൊന്നുമില്ല. രജ്ജുമാർഗ് എന്ന് പറയുന്നത് ഇല്ല. അതായത് അവിടെ എത്താനായിട്ട് പാലം, തൂക്കുപാലം എന്ന് പറയും, അതൊന്നും അവിടെ അവർ പണിതിട്ടുണ്ടായിരുന്നു. കാരണം പണിത് കഴിഞ്ഞാൽ അവിടുത്തെ നമ്മൾ പറയുന്ന ടൂറിസ്റ്റ് പ്രൊമോട്ടർമാർ അതിൻ്റെ പ്രകൃതി സൗന്ദര്യത്തെ തന്നെ നഷ്ടപ്പെടുത്തുമായിരുന്നു പറയുന്നത്. അതേ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അവർ അതിനൊരു കേന്ദ്രമായിട്ട് മാറ്റും എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. ലാസ്റ്റ് നമ്മൾ എത്താണ്, കുറച്ച് ഉത്സവങ്ങൾ നമ്മൾ പറഞ്ഞു. ബെഹഡൻ കലാം പറഞ്ഞു, നോങ് ക്രൈം എന്ന് പറഞ്ഞ നൃത്യം പറഞ്ഞു, ബെഹഡൻ കലാം പറഞ്ഞു. അതുപോലെ തന്നെ വേറെ ഉത്സവങ്ങൾ കുറച്ച് നമ്മൾ പറഞ്ഞു, പൊങ്കൽ, അങ്ങനെയുള്ള ഉത്സവങ്ങൾ, ഓണം, ഇങ്ങനെയുള്ള ഉത്സവങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ മാസ്മായി ഗുഹയിലേക്ക് എത്തുന്നുണ്ട്. അതിന് മുൻപ് നമ്മൾ ശിവലിംഗം കാണുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഭാഗത്തേക്ക് അതെല്ലാം കണ്ട് അവർ മടങ്ങി പോവുകയാണ്. അപ്പോൾ ലേഖ് ഗവർ സാത്തി ലൗട്ട്നയിലേക്ക്, അങ്ങനെ ലേഖകനും സംഗമിയുടെ കൂട്ടുകാരെല്ലാവരും കൂടി അവിടുന്ന് മടങ്ങാൻ തുടങ്ങി. അപ്പോൾ പഹാഡോം സെ ബർത്തെ ദർജൻ ബർ ജർണി ദിക്കായി പടേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക്, അതായത് ഈ മലമുകളിൽ നിന്ന് ഒഴുകുന്ന ഒരു ഭാഗത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ഡസൻ കണക്കിന് വെള്ളച്ചാട്ടം കാണാനായിട്ട് സാധിക്കും. വെള്ളം മുകളിൽ നിന്ന് പതിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഉൻ झरनों का സംഗീതമയ ഷോർ ദില്ലി മുംബൈക്ക് വാഹനോं के शोर के समान नहीं. ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം ഒഴുകുമ്പോഴുണ്ടാകുന്ന സംഗീതം എന്ന് പറയുന്നത്, അതിൻ്റെ ആ ശബ്ദവും ഡൽഹി, ബോംബെ തുടങ്ങിയ മഹാനഗരങ്ങളിലെ വാഹനങ്ങളിൽ കൂടി വാഹനങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദം തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്നത്, അത് ഒരുപോലെയല്ല എന്ന് പറയുന്നത്. വാസ്തവമേ ഉസ് ശാന്ത് സുന്ദർ പ്രകൃതി കോ ചോട് ജാനെ കാ മൻ നഹി കർത്താ ഹെ. വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ഇത്രയും ശാന്തസുന്ദരമായിട്ടുള്ള നമ്മുടെ ഈ പ്രകൃതിയെ ചോട് ജാനേക്ക, അതിനെ ഉപേക്ഷിക്കാനായിട്ട് മനസ്സിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിവൃത്തിയില്ല, കാരണം ലേഖകന് മടങ്ങി പോകേണ്ടതായിട്ടുണ്ട്. ലേക്കിൻ അകലെ ദിൻ ദില്ലി ലൗട്ട്നാത്ത, അടുത്ത ദിവസം ഡൽഹിയിലേക്ക് മടങ്ങേണ്ടതായിരുന്നു. വേ സോച്ചനെ ലഗേ മാനവ് സ്നേഹി ദില്ലി ജൈസെ മഹാനഗരം കോ അഭിശപ്ത് ബനായ. അപ്പം മനുഷ്യൻ തന്നെയാണ് ഡൽഹിയെ പോലെയുള്ള മഹാനഗരങ്ങളെ അഭിശപ്തമാക്കിയിട്ട് ശാപമേറ്റതായിട്ട് മാറ്റിയത് മനുഷ്യർ തന്നെയാണ്. അവിടുത്തെ വാഹനങ്ങളും തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി അത് സ്വയം വിരിച്ച വലയിൽ അവർ തന്നെ കുടുങ്ങി എന്നാണ് പറയുന്നത്. ധർത്തി और आकाश से प्रकृति और उसके आश्चर्यों से दिल्ली के लोगों का संपर्क मानो भंग हो गया है. ഇപ്പോൾ ലേഖന തോന്നുകയാണ്, ആകാശം, ഭൂമി, പ്രകൃതി, അതിലെ ആശ്ചര്യങ്ങൾ, അത്ഭുതങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഡൽഹിയിൽ താമസിക്കുന്ന ഇത്രയും തിരക്ക് പിടിച്ച ക്രൗഡഡ് ആയിട്ടുള്ള ഈ മഹാനഗരങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ സമ്പർക്കം എന്ന് പറയുന്നത് അതെല്ലാം അവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ലേഖകന് തോന്നുകയാണ്. ഇപ്പോൾ ലേഖകൻ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ സഞ്ചരിച്ച ചില സ്ഥലങ്ങളെക്കുറിച്ചുള്ള വർണ്ണന കേട്ടാൽ നമുക്ക് കണ്ടില്ലെങ്കിലും ആ സ്ഥലത്തെക്കുറിച്ചൊരു ഏകദേശ രൂപം നമുക്ക് കിട്ടാനായിട്ട്
സാധിക്കും. ഓക്കെ, താങ്ക് യു.